ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ ഇതുവരെ കോഴികളെ വളർത്താത്തവർക്കും അതുപോലെ കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് മുട്ട എടുക്കാൻ വേണ്ടി നമ്മുടെ കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വെച്ച്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തന്നെ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് മുട്ട എടുക്കാൻ വേണ്ടി കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 മുട്ടക്കോഴിയെ മേടിച്ച് വളർത്താൻ ശ്രമിക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് മുട്ടയുടെ ആവശ്യത്തിനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പൂവൻ കോഴിയുടെ ആവശ്യമില്ല, നിങ്ങളൊരു 5 മുട്ടക്കോഴി മാത്രം മേടിച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കൊത്തുമുട്ട വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 മുട്ടക്കോഴിയോടൊപ്പം ഒരു പൂവൻ കോഴിയെ കൂടെ ഒരു പൂവൻ കോഴിയെ കൂടെ നിങ്ങൾക്ക് മേടിക്കാം. സാധാരണ 7 തൊട്ട് 8 പിടക്കോഴിക്ക് ഒരു പൂവൻ എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പം നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 കോഴിയോടെ ഒരു പൂവൻ കോഴിയെ കൂടെ മേടിക്കാം. അതും നിങ്ങൾക്ക് കൊത്തുമുട്ട വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ മുട്ടക്കോഴി മാത്രം മതി, അതായത് മുട്ട മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മുട്ടക്കോഴി മാത്രം മേടിച്ചാൽ മതി. നമുക്ക് പൂവൻ ഇല്ലെങ്കിൽ കൂടി തന്നെയും നമ്മുടെ മുട്ടക്കോഴി മുട്ടയിടുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ മുട്ടക്കോഴി അതായത് നമ്മുടെ ബ്രീഡ് അനുസരിച്ചാണ് അവർ മുട്ടയിടുന്നത്. അതായത് 5.5 മാസം തൊട്ട് അവർ ഒരു 8 മാസം വരെയുള്ള സമയങ്ങളിൽ അവർ മുട്ടയിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു കോഴിയെ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങളുടെ വീട്ടാവശ്യത്തിനായിട്ട് നിങ്ങളിപ്പോൾ ഒരു 5 മുട്ടക്കോഴിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളതിൽ തീരെ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാതെ നിങ്ങളൊരു 2 മാസം തൊട്ട് അതായത് 2 മാസം തൊട്ട് 3 മാസം വരെ പ്രായമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തീരെ കുഞ്ഞുങ്ങളെ എടുക്കാതെ ഒരു കുറച്ച് മെച്യൂറായിട്ട് അതായത് കുറച്ച് വളർച്ചയുള്ള ഒരു കുട്ടികളെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെന്തെന്ന് വെച്ചാൽ നിങ്ങൾ കോഴികളെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ ചിലപ്പോൾ ഓടാൻ ശ്രമിക്കും. അതുപോലെ നല്ലപോലെ തീറ്റ അതായത് എനർജി ആയിട്ട് നല്ല തീറ്റയൊക്കെ എടുക്കുന്നവർ, അതായത് നല്ലപോലെ ആക്റ്റീവായിട്ട് കൂട്ടിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ഓടിക്കളിച്ച് നടക്കുന്നവർ, അങ്ങനത്തെ ഒരു കോഴിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 കോഴി എടുക്കുമ്പോൾ നല്ല എനർജിയുള്ള നല്ല ആക്റ്റീവുള്ള കോഴിയെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവരുടെ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ എന്തെന്ന് വെച്ചാൽ ഇവരുടെ കൂടുകൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 5 കോഴിയെ വളർത്താനാണെങ്കിൽ നിങ്ങളിപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ തടിക്കൂട്, മരക്കൂട്, അതായത് നമ്മുടെ കമ്പിക്കൂട്, പിന്നെ ഹൈടെക് കൂട്, അപ്പം മാർക്കറ്റിൽ പല കൂടുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഏത് കൂട് സെലക്ട് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചുള്ള കൂടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് കൂട് സെലക്ട് ചെയ്താലും നിങ്ങളിപ്പോൾ ഒരു 5 കോഴിക്കാണെങ്കിൽ കറക്റ്റ് 5 കോഴി കിടക്കത്തക്ക രീതിയിലുള്ള കൂട് മേടിക്കാതിരിക്കുക. അതായത് ഇവർ തിങ്ങി ഞെരിഞ്ഞ് കിടക്കത്തക്ക രീതിയിലുള്ള കൂട് മേടിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു 5 കോഴിക്കാണെങ്കിൽ ഒരു 7 കോഴിയുടെ വലുപ്പം അനുസരിച്ചുള്ള ഒരു കൂട് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവർക്ക് അതിനകത്ത് കിടന്ന് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനും പറ്റും. ഇവർക്ക് നല്ല നല്ല എനർജി ആയിട്ട് ആക്റ്റീവായിട്ട് ഓടിക്കളിക്കാനും പറ്റും. അപ്പോൾ ഇപ്പം എത്ര സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ കൂടി അപ്പോൾ എല്ലാവർക്കും ഇപ്പം പെട്ടെന്ന് അതായത് നമുക്ക് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഹൈടെക് കൂടോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൂടൊക്കെ മേടിക്കുകയാണെങ്കിൽ കൂടിയും ആ ഒരു കൂടിന് ചുറ്റും കുറച്ച് വല, അതായത് ആ ഒരു കൂടിന് ചുറ്റും മാത്രം ഒരു വല കെട്ടിയിട്ട് അതിന് ചുറ്റും അഴിച്ചുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴിത്തീറ്റയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. അതുപോലെ കോഴികളൊക്കെ പെട്ടെന്ന് വളരെയും മുട്ടയിടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു 5 കോഴിക്കാണെങ്കിൽ നമുക്കൊരു മാക്സിമം ആണെങ്കിൽ നമുക്കൊരു 5 കിലോ കോഴിത്തീറ്റ മതിയായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മുട്ട ആവശ്യത്തിനാണെങ്കിൽ മുട്ടക്കോഴിക്കാണെങ്കിൽ നമുക്കൊരു മാക്സിമം 5 കിലോ തീറ്റ മതിയായിരിക്കും ഒരു 5 കോഴിക്ക് ഒരു മാസത്തേക്ക് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ നമ്മുടെ നമുക്ക് വരുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നമുക്കൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവരുടെ തീറ്റ ചെലവ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല എനർജിയുള്ള കോഴികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒരു 5 കോഴിയെ നിങ്ങൾ വളർത്താൻ നോക്കുക. 5 കോഴിയെ വളർത്തിയിട്ട് സക്സസ് ആകണമെങ്കിൽ നിങ്ങൾ അടുത്തൊരു കുറച്ച് കോഴികളെ കൂടെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.